ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 25ാമത്തെ എപ്പിസോഡാണ് കേട്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീനഗറിലെ റൂമിൽ വെക്കേറ്റ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ പെഹൽഗാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലമായ ബാർബർ ഷായിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ ജാൻ ബേക്കറി എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെയാണല്ലോ നമ്മളെ പെഹൽഗാമിലേക്ക് പോകാനുള്ള സുമോ കിട്ടുക. അങ്ങനെ അവിടെ നിന്ന് സുമോ എടുത്ത ശേഷം നമ്മളിപ്പോൾ അനന്ത്നാഗിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അനന്ത്നാഗിൽ നിന്ന് നടന്ന് അനന്ത്നാഗിൽ നിന്ന് പെഹൽഗാമിലേക്ക് പോകാനുള്ള വണ്ടിയിൽ കയറിയപ്പോഴാണ് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു ഇക്കാനെ കണ്ടിട്ടോ. ആ ഇക്കാൻ്റെ പേരാണ് മൊയ്തീൻ ഇക്ക. അപ്പം നമുക്ക് മൊയ്തീൻ ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ കടക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡൽഹിയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഹിന്ദി അറിയാം. നിങ്ങൾ മൂന്നാളങ്ങനെ അങ്ങനെ മൊയ്തീനിക്കനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് പുള്ളി നമ്മളെ പോലെ തന്നെ ഒരു സോളോ ട്രാവലാണ് കേട്ടോ. നമ്മൾ ഡൽഹിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചതെങ്കിൽ പുള്ളി കേരളത്തിൽ നിന്ന് ഒറ്റയ്ക്കാണ് കാശ്മീർ ഫുള്ള് കറങ്ങാൻ വന്നിട്ടുള്ളത്. പുള്ളി അത്യാവശ്യം വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട് 10-15 ദിവസമായിട്ടോ. കൂടുതൽ കാര്യങ്ങൾ വെച്ച് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വെറും 5000 രൂപ കൊണ്ടാണ് ഇറങ്ങിയത്. അതായത് ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ്. അതായത് കുറേ ദൂരം നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ തന്നെ പുള്ളി എന്ത് ചെയ്യുക, നടന്നിട്ടാണ് പോവുക. കൂടുതൽ ടാക്സിയും കാര്യങ്ങളൊന്നുമില്ല. എവിടെയൊക്കെ ഷെയർ ടാക്സി കാര്യങ്ങൾ കിട്ടുക അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ പുള്ളി പക്ക ഒരു സോളോ ട്രാവലറാണ് കേട്ടോ. പിന്നെ എനിക്ക് ആശ്ചര്യം തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് പ്രോപ്പറായി ഹിന്ദിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ച് എങ്ങനെയാണ് നിങ്ങൾ ഈ ഹിന്ദിയും കാര്യങ്ങളൊന്നും അറിയാണ്ട് യാത്ര ചെയ്യാന്ന് ചോദിച്ചാൽ പുള്ളി പറയണേ നമ്മളങ്ങ് ഇറങ്ങിത്തിരിക്കന്നെ, വരുന്നിടത്ത് വെച്ച് കാണാം. ആ ഒരു മെൻറ്റാലിറ്റി അത് ശരിക്കും സൂപ്പറായിട്ടോ. നമ്മളിൽ പല ആൾക്കാർക്കും മറ്റുള്ള ഭാഷകളും കാര്യങ്ങളും അറിയില്ല. പിന്നെ അവിടെ പോയാൽ എന്ത് സംഭവിക്കും അങ്ങനത്തെ തോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പല ആൾക്കാരും യാത്രയ്ക്ക് കുറച്ച് മടിയും കാലൊക്കെ നടത്തുന്നത്. പക്ഷേങ്കിൽ ഇറങ്ങി തിരിക്കുക എന്നൊരു മെൻറ്റാലിറ്റിയാണ് ഏതൊരു യാത്രികരെയും സംബന്ധിച്ച് ആദ്യം തന്നെ വേണ്ടത് കേട്ടോ. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും പുള്ളി എനിക്ക് നല്ല രീതിക്ക് ലൈക്കായി. കൂടാതെ എനിക്ക് അടുത്ത ദിവസം ദൂതുപത്രം കൂടെ കവർ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൊയ്തീൻ എന്നോട് പറഞ്ഞ് ഞാൻ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുന്ന യാത്രയും കാര്യങ്ങളും പിന്നെ ടാക്സി എവിടെ നിന്നൊക്കെയാണ് കിട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി നല്ല ഡീറ്റെയിൽഡ് പറഞ്ഞു തന്നു കേട്ടോ. എനിക്ക് പോയോ? ഞാൻ പിന്നെ അവിടേക്ക് പിന്നെ ഞാൻ 2 ദിവസം ഫുൾ അതുവരെ വണ്ടി കിട്ടുള്ളൂ. അവിടുന്ന് പബ്ലിക് വെഹിക്കിൾ കിട്ടും. ഇല്ല. എത്ര കിലോമീറ്റർ? ഞാൻ കുറേ സമയം കാത്തുനിന്നു, ആളെ കിട്ടിയില്ല. ഇന്നോവ വിളിച്ചു പോയി. ആണോ? 1000 രൂപ. പക്ഷെ ആള് വെയിറ്റ് ചെയ്തു, 3 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ആണല്ലേ? ഞാൻ ദൂദ്പത്രിന്ന് ഇവരെ ടാക്സി പോയിന്റ് ഉണ്ട്, അവിടുന്ന് അങ്ങോട്ട് 5 കിലോമീറ്റർ ഞാൻ നടന്നു ലാസ്റ്റ് പോയിന്റ് വരെ. ഒരു ലാസ്റ്റ് സ്പോട്ട്. എങ്ങനെ ദൂദ്പത്രി? പെഹൽഗാമിനേക്കാൾ അടിപൊളിയാ? അല്ല, സോനമാരേക്കാൾ അടിപൊളിയാ? ആണല്ലേ? കേരളത്തിലൊക്കെ മരത്തിന്റെ അടിയിൽ കൊണ്ട് മഞ്ഞ് വീണ എന്താ അതേമാതിരി. ഓക്കേ. ഇവിടെ മരങ്ങളില്ലല്ലോ. ഇല്ല 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 ഇല്ല. ഇവിടെ ദൂദ്പത്രിയില് മരങ്ങളെ അടിയിൽ ഇങ്ങനെ മഞ്ഞ് വീണ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ ഏതൊരു യാത്രനെയും എപ്പോഴും മനോഹരാക്കുന്നത് അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളെക്കാൾ ഉപരി നമ്മൾ യാത്രയിൽ പരിചയപ്പെടുന്ന പുതിയ പുതിയ മുഖങ്ങളാണ്. ഏറെ പ്രിയപ്പെട്ട ജോസഫ് അന്നൻകുട്ടി ജോസഫ് പറഞ്ഞ പോലെ തന്നെ ഓരോ മനുഷ്യരും ഓരോ പുസ്തകങ്ങളാണ്. ആ ഒരു പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് നല്ല അറിവും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ. ഈ കാശ്മീർ യാത്ര ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ ടാക്സിയും കാര്യങ്ങളൊക്കെ കുറേ നോക്കിയിരുന്നു. പക്ഷെങ്കിൽ ഈ മൊയ്തീനൊക്കെ പറഞ്ഞ ടാക്സിയുടെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊന്നും ഞാൻ ഒരു യൂട്യൂബ് ചാനലും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അനന്ത്നാഗിൽ നിന്ന് പെഹൽഗാമിലേക്ക് യാത്ര തുടങ്ങി കേട്ടോ. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ 2 ബിരുദന്മാരില്ലേ, അവരുടെ പേര് ശരിക്കും ഞെട്ടിപ്പോട്ടോ. ഒരാളുടെ പേര് എന്താന്ന് വെച്ചാൽ സലീം കുമാർന്നും മറ്റൊരാളുടെ പേര് അക്ഷയ് കുമാർന്നും. എന്തായാലും 2 ആൾക്കാർ ഇവിടുത്തെ ലോക്കലും കാര്യങ്ങളൊക്കെയാണ്. അധികം സംസാരിക്കാൻ ഇഷ്ടമുള്ള ടൈപ്പായത് കൊണ്ട് തന്നെ ഞാൻ അവരധികം വെറുപ്പിച്ചില്ല കേട്ടോ. സോനമാർഗിലേക്കുള്ള യാത്രയിലും അതുപോലെ തന്നെ ഗുൽമർഗിലേക്കുള്ള യാത്രയിലും നമ്മൾ കവർ ചെയ്ത ഏരിയ കംപ്ലീറ്റ് ടൗണിൽ കൂടിയായിരുന്നു. പക്ഷെങ്കിൽ
ഈ പെഹൽഗാമിലേക്കുള്ള യാത്രയിൽ നമ്മൾ കവറേജ് ചെയ്യുന്ന എൻ്റയർ ഏരിയ സാധാരണ ഗ്രാമ ഭംഗിയാണ് കേട്ടോ. അപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മുടെ മൊയ്തീനിക്കല്ലേ, പുള്ളിക്കാരൻ കൂടെയുള്ള രണ്ടാൾക്കാർക്ക് കേരളത്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ച്, അതായത് ആലപ്പുഴയിലെ ഹൗസ് ബോട്ടും ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം, പിന്നെ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും, കൂടാതെ ഇവിടുത്തെ പോലത്തെ അധിക തണുപ്പും പിന്നെ ഡൽഹിത്തെ പോലത്തെ അധിക ചൂടും കാര്യങ്ങളൊന്നുമല്ല കേരളത്തിലെ എല്ലാ സമയത്തും നല്ല കാലാവസ്ഥയാണെന്ന് രണ്ടുപേർക്കും നന്നായിട്ട് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഇലകൊഴിഞ്ഞ മരങ്ങളിലെ ഇത് കംപ്ലീറ്റ് ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ഇല കൊഴിഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ സമയത്തൊക്കെ നിങ്ങൾ കാശ്മീർ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് ആപ്പിളും, കൂടാതെ അതിൻ്റെ കൂടെ തന്നെ അറിഞ്ഞൊരു മറ്റൊരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ആപ്പിൾ തോട്ടം കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആപ്പിൾ തോട്ടം എത്ര ആപ്പിളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിക്കാം. പക്ഷെങ്കിൽ പുറത്തേക്ക് അത് കൊണ്ടുപോകാൻ അലൗഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പൈസ കൊടുത്ത് കൊണ്ടുപോകാം, പക്ഷെങ്കിൽ ഫ്രീ ആയിട്ട് ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. രാവിലെ ശ്രീനഗറിൽ നിന്ന് അനന്ത്നാഗിലേക്ക് വരുന്ന സമയത്ത് കുറെ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ അനന്ത്നാഗിൽ എത്തിയ സമയത്ത് അവിടെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അനന്ത്നാഗിൽ നിന്ന് പെഹൽഗാമിലേക്ക് എത്തും തോറും മേലെ കാർമേഘം കൂടിക്കൂടി വന്നു കേട്ടോ. എന്തായാലും പെഹൽഗാമിൽ എത്തുന്ന സമയത്ത് ഒരു മഴ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. അങ്ങനെ പെഹൽഗാമിലെ യാത്രാ മധ്യയില് നമ്മുടെ 2 കുമാരന്മാരില്ലേ, അവർ രണ്ടാളും ഇറങ്ങിപ്പോയിട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ സുമോയിലേക്ക് ഒരു ചോട്ടാപ്പയും അവന്റെ അച്ഛനും അമ്മയും കേറി വന്നു കേട്ടോ. हयात हयात मतलब क्या है? हयात शिपी अच्छा हंसते हैं हंसते हो दोनों आप अभी इधर ही में है आप तीनों? नहीं पेहलगाम में, मैं केरला में है। आप पेहलगाम से ये कुछ नहीं, अकेले नाम क्या? नाम क्या? अरुण। അങ്ങനെ അവൻ നമ്മുടെ വണ്ടിയിൽ കയറി വന്നപ്പോൾ നമ്മുടെ കയ്യിലെ ക്യാമറയും കാര്യങ്ങളെ കണ്ടപ്പോൾ ചെക്കൻ നല്ല രീതിക്ക് ഹാപ്പി ആയിട്ടോ. സത്യത്തില് അവന്റെ പെരുമാറ്റവും ചിരിയും പിന്നെ ആ നോട്ടൊക്കെ വല്ലാതെ രസമായിട്ടോ യാത്രയില്. പണ്ടാരോ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളോട് കളിക്കുമ്പോൾ നമ്മളും ചെറുപ്പമെന്ന് പറഞ്ഞ പോലെ തന്നെ ഹയാനോട് ചെലവഴിച്ച ഓരോ നിമിഷവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കുട്ടിയില്ല, അത് പുറത്ത് വരികയായിരുന്നു കേട്ടോ. आपके एक ही बेटा है? दो, दूसरा स्कूल में गया? हाँ ठीक है. അങ്ങനെ എൻ്റെ കയ്യിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ബിരുദന് എൻ്റെ കയ്യിലെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ ചെറിയ ആഗ്രഹം. അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്ത് അത് അവന് കൊടുത്തു കേട്ടോ, കുറച്ച് നേരം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുൽമാർഗിലേക്കുള്ളതും സോനോമാർഗിലേക്കുള്ളതും വഴിയിൽ നമ്മൾ അവിടെ ഇവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പെഹൽഗാമിലേക്കുള്ള വഴിയിൽ ഒരിടത്ത് പോലും നമ്മൾ മഞ്ഞിൻ്റെ ഒരു അംശം പോലും കണ്ടില്ല. കൂടാതെ കാശ്മീരിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാശ്മീരിൻ്റെ ഗ്രാമ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും ഭംഗിയായിട്ടുള്ള സ്ഥലം പെഹൽഗാമാണെന്ന് തോന്നി തുടങ്ങി കേട്ടോ. കാശ്മീരിലേക്കുള്ള യാത്രാ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അസ്ലം ഓയം, അതായത് അസ്ലം ഇക്കാൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ കാശ്മീർ ട്രിപ്പ് എവിടെ തുടങ്ങിയോ എന്നല്ല, അവസാനിപ്പിക്കാനായിട്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള സ്ഥലം പെഹൽഗാമാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പയ്യെ മനസ്സിലായി വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പെൽഗാമിനോട് തൊട്ട് അടുത്തെത്തിയപ്പോഴേക്ക് ഹയാന്റെ സ്റ്റോപ്പ് എത്തി കേട്ടോ. അങ്ങനെ അവനും അവന്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മള് പെൽഗാമിലെ ചെക്ക് പോസ്റ്റിൽ എത്തി കേട്ടോ. അങ്ങനെ ചെക്ക് പോസ്റ്റിൽ ടോളും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമ്മുടെ സുമോ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. യാത്ര പയ്യെ പയ്യെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞ് നമ്മൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് പെൽഗാമിലേക്ക് എത്തുന്നു, നിങ്ങളെ പെട്ടിയും കിടക്കയും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചോ, എന്തായാലും പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങിയിട്ട് എനിക്ക് വേറെ ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് അനന്ത്നാഗിൽ നിന്ന് പെൽഗാമിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അനന്ത്നാഗ് വിട്ട് ഒരു അരമണിക്കൂറായ ശേഷം നമ്മുടെ ഈ വലത്ത് ഭാഗത്ത് കാണുന്ന ആ ഒരു നദിയില്ലേ, നമ്മളെ കൂടെ തന്നെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ ഒരു നദി ഇപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന നോക്കണ്ട, ശരിക്കും പറഞ്ഞാൽ കാശ്മീരിൻ്റെ ബെസ്റ്റ് സീസണായ ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ വരുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് ഒഴുകുകയും കൂടാതെ ആ സൈഡിലുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ ഫുള്ളാന്ന് കൂടിയിട്ട് വേറെ തന്നെ ഭംഗിയാവും കേട്ടോ. ഈ നദിയുടെ കൂടെ തന്നെ ഏറ്റവും ഭംഗിയായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ചുറ്റും കാണുന്ന പൈൻ മരങ്ങൾ. ആ പൈൻ മരങ്ങൾ റോഡിൻ്റെ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും നിൽക്കുന്ന കൂടെ തന്നെ അതിൻ്റെ നടുക്ക് കൂടി വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുമ്പോഴുള്ള ഭംഗിയില്ലേ, അത് വേറെ തന്നെ രസമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ നീണ്ട 1.25 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ പെൽഗാമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ പെൽഗാം എത്തിയിട്ടുണ്ട്. പെൽഗാം എത്തി. ഇനിയിവിടെ നമുക്ക് 2 ദിവസം പ്ലാൻ ഉണ്ട്. അതായത് ഇന്ന് വ്യാഴാഴ്ച ടൈം, അപ്പോൾ നാളെ വെള്ളി ശനിയാഴ്ച നൈറ്റ് നമ്മളുണ്ടാവും. നമ്മൾ ഞായറാഴ്ച രാവിലെ സ്കൂട്ടാനാണ് പരിപാടി, കാരണം ഞായറാഴ്ച നൈറ്റാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫ്രണ്ട്സ് കോട്ടേജ് എന്ന് പറഞ്ഞ ഒരു കോട്ടേജ് ഉണ്ട്. അവിടെ റൂമിനൊക്കെ നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ അത് തപ്പിക്കൊണ്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ യാത്രയിൽ ഉടനീളമുള്ള നമ്മുടെ മൊയ്തീനിക്കോട് യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. പുള്ളിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഫുൾ കണ്ട് തീർത്ത ശേഷം എത്രയും പെട്ടെന്ന് തിരിച്ച് ശ്രീനഗറിലേക്ക് പോകേണ്ട ആവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളീനെ അധികം ബുദ്ധിമുട്ടിച്ചില്ല. പുള്ളീൻ്റെ കൂടെ നൈസായിട്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്പറും വാങ്ങിയ ശേഷം പിന്നെ എപ്പോഴെങ്കിലും കേരളത്തിൽ വരികയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞ ശേഷം ഞാൻ മുമ്പോട്ടേക്ക് നടന്നേ. അപ്പോൾ നമ്മൾ പെൽഗാമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒരു 1.5-2 ദിവസം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴിയേ പരിചയപ്പെടാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 26ാമത്തെ എപ്പിസോഡുണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീനഗറിൽ നിന്ന് പെൽഗാമിലേക്കുള്ള എൻ്റെ യാത്രയെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. യാത്രയിൽ കണ്ട വഴികളും പിന്നെ പരിചയപ്പെട്ട ആൾക്കാരും മൊയ്തീനിക്കയും പിന്നെ ഹയാനും അവൻ്റെ ഉപ്പയും ഉമ്മയും അങ്ങനെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് ഒടുവിൽ നമ്മൾ പെൽഗാമിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പെൽഗാമിൽ എത്തിയ ശേഷം മൊയ്തീനിക്കോട് ടാറ്റ പറഞ്ഞ ശേഷം നമ്മളിപ്പോൾ ഇവിടെ അടുത്തൊരു ഫ്രണ്ട്സ് കോട്ടേജ് ഉണ്ട്, അത് തപ്പിക്കൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ പെൽഗാം എത്തിയിട്ടുണ്ട്. പെൽഗാം എത്തി. ഇനി ഇവിടെ നമുക്ക് 2 ദിവസം പ്ലാൻ ഉണ്ട്. അതായത് ഇന്ന് വ്യാഴാഴ്ച ടൈം, അപ്പോൾ നാളെ വെള്ളി ശനിയാഴ്ച നൈറ്റ് നമ്മളുണ്ടാവും. നമ്മൾ ഞായറാഴ്ച രാവിലെ സ്കൂട്ടാനാണ് പരിപാടി, കാരണം ഞായറാഴ്ച നൈറ്റാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളുടെ रूम पहलगाम कॉटेज। जी पहलगाम कॉटेज कहाँ है? पहलगाम कॉटेज हाँ ठीक है। और फ्रंट कॉटेज दोनों इधर ही। फ्रंट कॉटेज में पहलगाम कॉटेज आ गया। अभी पहले फ्रंट कॉटेज और पहलगाम कॉटेज तो पहले है। എന്ത് രസമാണ്. ഞാൻ ഫോട്ടോ എടുക്കട്ടെ. കിട്ടിയില്ലേ വ്യൂ നോക്കി. നമ്മൾ യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോകുമ്പോൾ ആ ഒരു വ്യൂ ഇല്ലേ, കറക്റ്റ് അതന്നെ. നല്ല തണുപ്പുണ്ട് കേട്ടാ. എന്ത് മൂടങ്ങനെ നടക്കേ. ആരോടും ചോദിക്കും വേണ്ട പറയും വേണ്ട, ഇങ്ങനെ നടക്കന്നെ. പിന്നെ
പിന്നെന്താ പറയാമെന്ന് വെച്ചാൽ പെഹൽഗാമിനെ അതായത് നമ്മൾ നല്ല സോനാമാർഗും ഗുൽമാർഗും പോയി വ്യത്യസ്തമായിട്ട് ഇവിടെ ഫുൾ പച്ചപ്പാട്ടോ. അവിടെയൊക്കെ കുന്നിൻ്റെ മണ്ടയ്ക്കൊന്നും ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ ഫുൾ കുന്നിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഫുൾ പച്ചപ്പൊക്കെയാണ്, ചുറ്റും ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഫ്രണ്ട്സ് കോട്ടയെ തപ്പി നടക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഫ്രണ്ട്സ് കോട്ടേജ് പോവുകയാണെങ്കിൽ അവിടെ ഒരു ദിവസത്തെ റൂമിൻ്റെ റെൻറ്റ് 250-300 രൂപയ്ക്ക് കിട്ടും എന്നത്. പോയി നോക്കാം. അങ്ങനെ ഫ്രണ്ട്സ് കോട്ടേജിനെ കുറിച്ചിട്ടും പെഹൽഗാം കോട്ടേജിനെ കുറിച്ചിട്ടും 2-3 ആൾക്കാരോട് ചോദിച്ചെങ്കിലും അവർക്കൊന്നും അറിയില്ല കേട്ടോ ഇത്. അങ്ങനെ റൂം തേടി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ സഞ്ചാരികൾ കുതിരയുടെ മേലെ കയറി ഇങ്ങനെ പോകുന്ന കണ്ടത്. ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവരൊക്കെ ബൈസ്രൻ വാലിയേക്ക് പോവുകയാണെന്ന് കുതിരക്കാരൻ നമ്മളോട് പറഞ്ഞു കേട്ടോ. പെഹൽഗാമിലേക്കുള്ള എൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങിയ തൊട്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, മറ്റുള്ള സ്ഥലങ്ങളെ മാറ്റി നിർത്തി പെഹൽഗാമിൽ ഗ്രാമ ഭംഗി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുഴകളും മലകളും ഒക്കെ അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ. അയ്യോ, അങ്ങനെ പുഴകളും മലകളൊക്കെ നോക്കി നമ്മൾ വന്ന കാര്യം മറന്നുപോയി. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു റൂമാണ്. കൂടാതെ പെഹൽഗാമിൽ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് റൂമിലെത്തി നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. അങ്ങനെ ഓരോ ആൾക്കാരും ചോദിച്ച് പോയപ്പോൾ അവർ അവിടെ റൂമുണ്ട് ഇവിടെ റൂമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ റൂമിനായിട്ട് അന്വേഷിച്ചപ്പോൾ അവിടെയൊക്കെ ഒടുക്കത്തെ റേറ്റ്. ജസ്റ്റ് ഒരു ദിവസം തങ്ങാൻ വേണ്ടി മാത്രം 1500-1600 കേട്ടോ പറയുന്നത്. അങ്ങനെ തപ്പി അവസാനം നമുക്ക് വെറും 500 രൂപയ്ക്ക് ഒരു റൂം കിട്ടി കേട്ടോ. ഹലോ, അപ്പോൾ നമ്മളെ അടുത്ത പരിപാടി ഇവിടെ മൊത്തം കറങ്ങലാണ്. കറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കഴിക്കട്ടെ. ഏറ്റവും ഹൈലൈറ്റ് വെച്ചാൽ കിട്ടുന്ന റൂം കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടത്. ലൈറ്റ് ഇതൊക്കെ ഇവിടെയൊക്കെ പണ്ടൊക്കെ മഞ്ഞൊക്കെ വീണ്, ഇത് കുറച്ച് അതായത് ഉരുകിയിട്ട് പോലും ഇല്ല, മഞ്ഞൊക്കെ വീണ്. പിന്നെ ഈ വ്യൂ ഒക്കെ നല്ല ഇഷ്ടമായിട്ട് എനിക്ക് കിട്ടലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും. റൂമിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നാളെ പരിചയപ്പെടാം. ഇപ്പം നമ്മളെ ലക്ഷ്യം നേരെ ഫുഡ് അടിക്കാൻ പോവാം കേട്ടോ. അങ്ങനെ ഇന്ന് നമുക്ക് ആകെ ഒരു ടാർഗറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്ന് നല്ലൊരു കിടന്നുറങ്ങാനാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ പെഹൽഗാമിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ. കൊള്ളാം, നല്ല വ്യൂ കേട്ടോ ഇവിടെ. അതിൽ പ്രത്യേകം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വേറൊക്കെ രാജ്യത്തൊക്കെ എനിക്ക് ആ ഒരു ഫീലാണ്. ഒറ്റ യാത്രയും വല്ലേ വേറെ തന്നെ മൂടാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെ ചോദിക്കണം, നമ്മളെ കാര്യം സംസാരിക്കണം ഒക്കെ. നമുക്ക് പകരം വേറെ ഇല്ലല്ലോ, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മുടെ സമയമാണ് ഒക്കെ. നമ്മൾ हाँ ठीक है, मुझे इधर 2 दिन का प्लान है. अभी 2 दिन में पूरा हो जाएगा. हाँ हो जाएगा. हाँ लेक है ना, लेक अभी बंद है. कब ओपन करेगा? अभी समझो आप. हाँ 20 दिन के बाद. ओ 20 दिन के बाद है. ओ जरूर ठीक है. ശരിക്കും പറഞ്ഞാൽ അത്രയും നേരം മഴ കൊണ്ട് കയറി വന്നിട്ട് ആ ഒരു തണുപ്പിൽ ചൂടോടെ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചപ്പോല്ലേ, സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ചൂടത്തില്ലേ, മേഘനമുള്ള സുഖല്ലേ, ഒന്നും പറയണ്ട. ഇത് മൂടി. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 27ാമത്തെ എപ്പിസോഡാണ് കേട്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പെഹൽഗാമിൽ വന്നിറങ്ങിയ ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ് കോട്ടേജും പെഹൽഗാം കോട്ടേജും തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരോട് ഇത് രണ്ടും ചോദിച്ച ശേഷം അവർക്കൊന്നും അറിയാതായപ്പോൾ നമ്മൾ സ്വന്തം തന്നെ കുറേ തപ്പിയ ശേഷം നമുക്ക് ചെറിയ രൂപയ്ക്ക് ഒരു കുട്ടി റൂം കിട്ടിയാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി ബാഗും കാര്യങ്ങളൊക്കെ വെച്ച ശേഷം നമ്മൾ സർക്കിട്ട് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങി.
നല്ല വ്യൂ ആട്ടോ ശരിക്കും. നല്ല ഒരു വെറൈറ്റി തോന്നുന്നു. കാരണം നമ്മൾ ഫോറിൻ കൺട്രീസിലും കാണത്തില്ലേ ആ ഒരു വൈബ്. ഫോറിൻ കൺട്രീസിലും കാണാൻ നമുക്കൊരു വൈബ് ഉണ്ടാകത്തില്ല. ആ സെയിം വൈബാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പാടാം. നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. ഏത് വിശപ്പ്. കാരണം രാവിലെ ഒരു കുറച്ച് മുന്തിരി കഴിച്ചിറങ്ങിയതാ, പിന്നും കഴിച്ചില്ല. आपका नाम है राशिद भाई? ठीक है, ओके ठीक है. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് നമ്മുടെ റൂമിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് ചെറിയൊരു തട്ടുകടയുണ്ട്, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് പേൽഗാമിൽ വരുന്നതെന്നും കൂടെ പറയുകയാണെങ്കിൽ അയാൾ നമുക്ക് നല്ല രീതിക്ക് ഡിസ്കൗണ്ടിൽ ഫുഡ് തരുമെന്ന് പറഞ്ഞിട്ടോ. അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ആ കട തപ്പിക്കൊണ്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്, മഴയുണ്ട്, കൊള്ളാം, നല്ല വ്യൂ കേട്ടോ ഇവിടെ. അതിൽ പ്രത്യേകം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വേറൊരു രാജ്യത്തൊക്കെ എനിക്ക് ആ ഒരു ഫീലാണ്. കാരണം നമ്മൾ നോക്കിയേ, നമ്മളെ മറ്റേ വേറെ രാജ്യങ്ങളിലൊക്കെ കാണുന്ന സെയിം വ്യൂ അല്ലേ ഇവിടെ ഉള്ളത്. വീടിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും എല്ലാം ഒരു പ്രത്യേക ഒരു വെറൈറ്റി തോന്നുന്നു. എന്താ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. അയ്യോ വിശക്കുന്നേ. എന്തായാലും ഫസ്റ്റ് അനുഭവം ഒട്ടും മോശമായില്ല, എന്നൊക്കെ നോക്കണ്ടേ. അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വന്ന വഴിക്കാണ് കേട്ടോ. അതായത് ഈ വലത്ത് ഭാഗത്ത് കാണുന്ന പാലത്ത് കൂടിയാണ് നമ്മൾ റൂമിലേക്ക് പോയിരുന്നത്. അപ്പം നമ്മൾ റൂമിൽ ലഗേജ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ യാത്രയും വല്ലേ, വേറെ തന്നെ മൂടാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെ ചോദിക്കണം, നമ്മൾ കാര്യം സംസാരിക്കണം, ഒക്കെ നമുക്ക് പകരം വേറെ ഇല്ലല്ലോ. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മുടെ സമയമാണ്. ഒക്കെ നമ്മൾ ആ ഒരു വൈബുണ്ട്. കുറച്ച് നടക്കാണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ആ മഴയത്ത് നടന്ന് അവസാനം നമ്മൾ ആ ഹോട്ടലിൽ എത്തി കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഹോട്ടൽ ഫുഡ് പോയിന്റ്. ഇവിടെയാണ് നമുക്ക് ഫുഡ് നല്ല വില കുറച്ച് കിട്ടുന്നത് അയാൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി. पहले पहलगाम में आ रहा है, पहले पहलगाम में आ रहा है. हाँ, इधर देखने के लिए क्या क्या है? पहली बार आए. हाँ पहली बार आ रहा है. हाँ मैं केरला से आ रहा है. इधर ही में केरला में होटल कहाँ है? होटल इधर ही पे. होटल का नाम भूल गया, अभी चेक इन किया. अभी ये पहलगाम में घूमने का बहुत सारा जगह है मेरा. मुझे हाँ ठीक है, मुझे इधर 2 दिन का प्लान है. अभी 2 दिन में पूरा हो जाएगा. हाँ हो जाएगा. हाँ. आपका नाम क्या है जी? विशाल नहीं विशाल निसार अहमद. ओ ठीक है. हाँ और भी जगह है लेकिन वो अभी बंद है. क्या और जगह भी है ना अभी एक इधर ही क्या पॉन्ड है, मतलब लेक है ना, लेक अभी बंद है. कब ओपन करेगा? समझ में अभी समझो आप हाँ 20 दिन के बाद. ओ 20 दिन के बाद है. ओ जो ठीक है. दूसरा बार 10 अप्रैल के बाद. ओ अभी वो लेक पूरा भी फ्रीज है. वो फ्रीज है ना, वही है ना. ओ इसलिए हाँ. वो हो जाएगा जल्दी के लिए. ओके ठीक है. वो 20 दिन में खुल जाएगा. हाँ. അങ്ങനെ ആ ഹോട്ടലിലെ അങ്ങേരുടെ പേര് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നിസാർ എന്നാട്ടോ. ഞാൻ ആദ്യം വിശാൽ എന്നാണ് കേട്ടത്. നിസാർ അഹമ്മദ് എന്നാണ് അങ്ങേരുടെ പേര്. അങ്ങനെ ഞാൻ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു 2 ദിവസം കൊണ്ട് കണ്ടു കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 2 ദിവസം കൊണ്ട് സുഖമായിട്ട് കണ്ടു കഴിയുന്നു. അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ കണ്ടിരുന്നു പേൽഗാമിൽ ഒരു നല്ലൊരു ലേക്ക് ഉണ്ടെന്ന്. ആ ലേക്കിലേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, ഇപ്പം അങ്ങോട്ട് കടത്തി വിടില്ല ആരും, കാരണം ആ ലേക്ക് ഫുള്ളായിട്ട് ഫ്രീസാണെന്ന്. ഒരു 20 ദിവസം കൂടെ നിങ്ങൾ കാത്തിക്കുകയാണെങ്കിൽ ആ ലേക്ക് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. കൂടാതെ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ ചന്ദൻവാലുണ്ട്, ബേട്ടാവാലുണ്ട്, ആരുവാലുണ്ട്. ഈ 3 വാലിൻ്റെ പ്രത്യേകം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ABC വാലുകൾ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഞാൻ കടയിൽ കയറി ഉടനെ പറഞ്ഞത് കഴിക്കാൻ ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു വേണ്ടതെന്ന്. അങ്ങനെ ആ ബ്രെഡ് ഓംലേറ്റ് ശരിയായപ്പോൾ അങ്ങനെ കൊണ്ടു തന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്രയും നേരം മഴ കൊണ്ട് കയറി വന്നിട്ട് ആ ഒരു തണുപ്പിൽ ചൂടോടെ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചപ്പോഴല്ലേ
സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് വിശപ്പ് കൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ നന്നായി ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് അറിയില്ല, കിഡിലും പോലെ കഴിച്ചിട്ടോ. ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർഡർ ചെയ്തിട്ട് അതും കൂടെ കഴിച്ചു തീർത്ത്. അങ്ങനെ 2 വട്ടം ഈ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു തീർത്തപ്പോൾ 3-ാമത്തെ വട്ടം എങ്ങനെ ചോദിക്കാന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഈ വട്ടം മാറ്റി പിടിച്ച് മാഗി പറഞ്ഞു കേട്ടോ അയാളോട്. ചൂടത്തില്ലേ മാഗി നമ്മളുള്ള സുഖല്ലേ, ഒന്നും പറയണ്ട. ഇത് മൂടി കൊള്ളാട്ടോ, നല്ല മാഗിയോ. ഇവിടെ ബ്രെഡ് ഓംലെറ്റിന് ശ്രീനഗറിലൊക്കെ 100-200 പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഡബിൾ ബ്രെഡ് ഓംലെറ്റ് ഒരു 50 രൂപയുള്ളൂ. ചായക്ക് 10, മാഗിക്ക് എത്രയെന്ന് അറിയില്ല, അതിന് നല്ല റേറ്റ് കുറവായിരിക്കും. മറ്റുള്ളേക്കാളും കത്തിയുടെ നല്ല കുറവുണ്ട്. പിന്നെ അതൊരു മറ്റേ ടൗൺ പോലത്തെ ഏരിയയാണ്, ഇതൊരു ഗ്രാമം പോലത്തെ ആണ് പെൽഗ്രാം. നമുക്ക് ബാക്കിയുള്ള ദിവസം നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷനാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഓക്കെയാണ്, ബാക്കിയുള്ള ഇംപ്രഷൻ നോക്കാം. ഓക്കെ, അങ്ങനെ 2 ഡബിൾ ബ്രെഡ് ഓംലെറ്റും മാഗിയും കൂടെ ഒരു ചായയും കുടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ശരിക്കും പറഞ്ഞ കണ്ണ് നനഞ്ഞു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് അയാൾ കൊടുക്കാൻ നേരത്തെ അയാൾ എന്നോട് പറയുകയാണേ, നിങ്ങൾ ആദ്യമായിട്ടില്ല പെൽഗാമിൽ വരുന്നത്, അതും ഇത്രയും താഴെ കേരളത്തിൽ നിന്ന് ഇത്രയും മേലുള്ള കാശ്മീരിലേക്ക് ഒറ്റയ്ക്ക് വരികയാണ്, അങ്ങനത്തെ ഒരാളോട് ഞാൻ എങ്ങനെയാണ് പൈസ വാങ്ങിക്കാന്ന്. അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഹാപ്പിനെസ്സിൻ്റെ പീക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ 2-3 വട്ടം ഞാൻ ആൾ നിർബന്ധിച്ചു. ആൾ പറഞ്ഞു ഞാൻ ഒരിക്കലും ഇത് വാങ്ങില്ല, നിങ്ങൾ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ വിശന്ന് വരികയാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് വേണ്ടതെന്ന്. അങ്ങനെ അതാണ് എനിക്ക് പെൽഗാമിൽ ആദ്യം എൻ്റെ അനുഭവം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ബേട്ട വാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേട്ട വാലിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ബേട്ട വാലിലേക്കുള്ള വഴിയിലെ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതിലേക്കും ടാറ്റാ. കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 28ാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നല്ലോണം വിശന്നുകൊണ്ടാണ് പെഹൽഗാമിലേക്ക് എത്തിയത്. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ ഹോട്ടൽ മുറിയിൽ വെച്ച ശേഷം നമ്മുടെ ആ ഹോട്ടലിൻ്റെ ഓണർ നമുക്കൊരു തട്ടുകട പറഞ്ഞെന്ന്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതും അവിടെ നമ്മൾ വിശാലിക്കല്ല കേട്ടോ നിസാർക്കനെ പരിചയപ്പെട്ടതും അങ്ങനെ നിസാർക്ക ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതും അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടാതെ നമുക്ക് നല്ല കിടിലം പോലത്തെ നല്ല 2 ബ്രെഡ് ഓംലെറ്റും ചായയും മാഗിയും തന്ന്. അങ്ങനെ നമ്മൾ അവിടുത്തെ ബ്രെഡ് ഓംലെറ്റും കാര്യങ്ങളൊക്കെ തിന്ന ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം പുള്ളി പറഞ്ഞ്, നിങ്ങൾ ആദ്യമായിട്ടല്ലേ പെഹൽഗാമിലേക്ക് വരുന്നത്, അതുകൊണ്ട് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ബേട്ട വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേട്ട വാലിയിലെ വഴികളിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ബേട്ട വാലിക്ക് പോവാണ്. ഇവിടുന്ന് ബേട്ട വാലിക്ക് 5 കിലോമീറ്റർ ഉള്ള ഹാജി. അങ്ങനെ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ബേട്ട വാലിയിലേക്കാണ് കേട്ടോ. ഏത് വിഷയോ പൊളി വ്യൂ. ഹായ്, ഇവിടുത്തെ ആൾക്കാർ നല്ല തോന്നുട്ടാ. ഒറ്റയ്ക്ക് നമുക്ക് എന്ത് മൂഡ്, നല്ല പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് വൈബ് നടക്കാം. പ്രോപ്പർ പെഹൽഗാമിന്ന് ബേട്ട വാലിലേക്ക് ഏകദേശം 5 കിലോമീറ്ററിന് അടുത്തുണ്ട് കേട്ടോ. കൂടാതെ സമയം ഇപ്പോൾ 2:10 ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേറെ ടാർഗറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ പയ്യെ ബേട്ട വാലിലേക്ക് പോയ ശേഷം അവിടെ ഫുൾ കറങ്ങി തിരിഞ്ഞ് പയ്യെ വന്നാൽ മതി. ശരി തോന്നിയില്ല കാര്യം വെച്ചാൽ പെഹൽഗാം വേറെ തന്നെ ഭംഗിയാണ് കേട്ടോ. കാരണം ഇവിടെ അകത്ത് മഞ്ഞ് ഇല്ലാന്നല്ല, പക്ഷെ വളരെ കുറവാണ്. മലയിലെ മേലൊക്കെ വെച്ചാൽ ഫുൾ പച്ചപ്പും കാര്യങ്ങളും വന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഉച്ചയാണെങ്കിൽ തണുപ്പിന് കുറവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കെ നമ്മൾ ജസ്റ്റ് റോഡൊന്ന് ക്രോസ് ചെയ്തപ്പോൾ അവിടെ ഒരു തോട് കണ്ടു കേട്ടോ. തോടൊക്കെ ഉണ്ടോ, എന്ത് നീറ്റ് ആൻഡ് ക്ലീനാ. നോക്ക്, ഒരു കച്ചവടം അരി മാത്രമൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ
ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ തോടാണെങ്കിലും പുഴയാണെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയും ചക്കിയും മാങ്ങി തേങ്ങ വലിച്ച് നാശാക്കത്തില്ലേ. ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നും കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഭംഗി. जी बेटा वाली में किधर कैसे जाएगा? बेटा वाली सीधे ठीक है, थैंक यू जी. बेटा वाली ले फोटो पहलगाम. കുറേ ടാക്സും കാലം വരുന്നുണ്ടോ? നടക്കന്നെ ശരി, നല്ല വൈബ് ഉണ്ട് നടക്കേ. മറ്റൊരു ഗുൽമാർഗിലാണെങ്കിലും സോനാമാർഗിലാണെങ്കിലും ഇതിനെ പോനി കേട്ടോ ഹിന്ദി പറയാ. പോനി ഇതിനെ കണ്ടില്ല, അത് കുതിരകളെ ഇതിനെ കണ്ടിട്ടില്ല. കാരണം അവിടെയൊക്കെ വെച്ചാൽ അവിടെയൊക്കെ വെച്ചാൽ ഒടുക്ക തണുപ്പായിരുന്നു. പക്ഷേ ഇവിടെ നോർമൽ ക്ലൈമറ്റ് ആണ്. ശരിക്കും ഇത് ഗ്രാമപ്രദേശം, പക്ക ഒരു ഗ്രാമപ്രദേശം കേട്ടോ ഈ പഹൽഗാം. അപ്പോൾ ഇവിടെ നിന്ന് തണുപ്പല്ല, മഞ്ഞ് കുറവാണ്. അതുകൊണ്ട് ഇവിടെ കുറേ കുതിരക്കുട്ടന്മാരൊക്കെ ഉണ്ട്. പിന്നെ വഴി നീളം മൊത്തം നമ്മുടെ നാട്ടിലൊക്കെ പശുവിന് ചാണകമൊക്കെ ആണെങ്കിൽ ഇവിടെ വഴി നീളം മൊത്തം കുതിര ചാണകമാണ്. ആരെയൊക്കെ ഉള്ളിടത്ത് അതൊക്കെ നടക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവട്ടെ, ആരൊക്കെ ഉണ്ടാവട്ടെ. പക്ഷെ നമുക്ക് ഈ ഒരു യൗവനത്തിൽ കിട്ടുന്ന ഒരു ആരോഗ്യമില്ലേ, യൗവനമൊന്നല്ല എന്താ പറയണ്ട, ഇപ്പൊ കിട്ടുന്ന ആരോഗ്യം പിന്നീട് എനിക്ക് കിട്ടണമെന്ന് തോന്നുന്നില്ല. ഹലോ അജാബ് ചേട്ടാ, ഹായ്, ഹലോ. കണ്ട കുതിര ലാടം കണ്ടിട്ടില്ലേ, കുടു 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 കുടു. ഞാനേ കാശ്മീരേക്ക് വരുന്നതിന് മുമ്പേ ഒറ്റക്കാലം വരുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള ട്രിപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ട്രിപ്പിലാണെങ്കിൽ റൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അരുണാട്ടായിരുന്നു. പുള്ളിയാണ് പുള്ളിക്ക് ഫുള്ള് വിട്ടുകൊടുത്ത് ഞാൻ നമുക്ക് ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ പുള്ളിയാണ് ഫുള്ള് നോക്കിയത്. അപ്പോൾ പ്രിപ്പറേഷൻ കാര്യങ്ങളും എൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല. പക്ഷേ ഈ ഒരു ട്രാവൽ തുടർന്ന് മുന്നേ ആയിട്ട് നന്നായി എന്ത് ഭയങ്കര കാണേ, ഈ യാത്ര തുടർന്ന് മുന്നേ ആയിട്ട് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ഏകദേശം 1.5 മാസം എടുത്ത് പ്രിപ്പയർ ചെയ്യും. കാരണം നമുക്ക് പാളി പോകാൻ പാടില്ലല്ലോ, അല്ലാണ്ട് കാരണം പട്ടി ചന്തയ്ക്ക് വന്ന് വരാൻ പാടില്ലല്ലോ. അങ്ങനെ പ്രിപ്പറേഷൻ കാര്യങ്ങളും കഴിഞ്ഞ് അപ്പോൾ മറ്റ് ടീമിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ചെറിയൊരു മാറ്റം വരുത്തിയത്. കാരണം അവർക്ക് വേണ്ടി എൻ്റെ പ്ലാൻ പഹൽഗാമിലേക്ക് വന്ന് റിട്ടേൺ അടിക്കേണ്ട ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ കുറച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അസ്ലം മോയമില്ലേ, പുള്ളിക്കാരൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്കെല്ലാം അധികം പരിചയം ഉണ്ടാവും. അസ്ലം മോയമിനെ ആ പുള്ളിക്കാരൻ്റെ വീഡിയോ കുറേ കണ്ടിരുന്നു. അതിൻ്റെ അത് പറയുന്നുണ്ട്, നിങ്ങളുടെ യാത്ര എവിടുന്ന് ശ്രീനഗറിൽ തുടങ്ങി പഹൽഗാമിൽ അവസാനിപ്പിക്കുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ കുറേ ഭംഗി ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് കുറച്ചൊക്കെ പിടി കിട്ടി. കാരണം ഗുൽമാർഗും സോനമാർഗും വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പഹൽഗാം വളരെ എൻ്റെ ഡിഫറെൻറ്റാണ്. കാരണം മരത്തിൻ്റെ വയസ്സ് നോക്കുകയാണെങ്കിലും നദികളാണെങ്കിലും പിന്നെ ടെമ്പറേച്ചർ വൈസ് ആണെങ്കിലും പഹൽഗാം നല്ല ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് നമ്മളിവിടെ എത്തിയിട്ടേ ഉള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പിന്നെ നടക്കാം, നല്ല മുണ്ട് നടക്കാം കേട്ടോ. നല്ല തണുപ്പുണ്ട്, കയറ്റാണ്, കിതപ്പൊക്കെ ഉണ്ട്, എന്നാലും വിഷയമല്ല. അപ്പോൾ നമ്മൾ ഏകദേശം 1.5 കിലോമീറ്ററോളം താണ്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ദൂരം കൂടെ നമുക്ക് നടന്ന് തീർക്കാം, നടക്കാം. മറ്റേ താഴത്തെ ടാക്സിക്കാരനൊക്കെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ 1500 രൂപയ്ക്കാണ് പറയുന്നത്. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു കേട്ടോ. ചന്ദ്രൻവാരി 14 കിലോമീറ്റർ, ശേഷം 26 കിലോമീറ്റർ, ഹോളി കേവ്. അങ്ങനെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, അതായത് സോളോ ട്രിപ്പിൽ എനിക്ക് അറിയില്ല, യാത്രകൾ പൊതുവെ അതായത് സോളോ ട്രിപ്പ് എന്നുള്ള ഒറ്റയ്ക്ക് തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരാളെ കണ്ടാലും ജസ്റ്റ് അയാളെ ഫേസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ
വൻ കലിപ്പിലൊക്കെയായിരിക്കും. പക്ഷെ നമ്മൾ ചിരിച്ചോണ്ട് ഹായ് പറഞ്ഞാൽ അയാൾ അപ്പം തിരിച്ച് ഹായ് പറയും. അങ്ങനെ ഞാനൊരു എനിക്കൊന്ന് 10, 300, 400 ആൾക്കൂടെ ഹായ് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1, 2 ആൾ മാത്രമാണ് ഒന്ന് മിണ്ടാതിരുന്നത്. ഇനി അവർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് അവരെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ പിള്ളേരാണെങ്കിലും എല്ലാവരും നമ്മളൊക്കെ വേറെ കാര്യം വെച്ചാൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ഒറ്റയ്ക്കാണല്ലോ. അപ്പം നമ്മളോട് ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്തേക്കും ഒറ്റയ്ക്കാണോ എന്ന് അപ്പോൾ പറയാം ഒറ്റയ്ക്കാണ് പറയും. അപ്പോൾ അവർക്കില്ലേ അവർക്കൊരു സന്തോഷം വേണ്ട. കാരണം നമ്മൾ കേരളം എന്ന് വെച്ചാൽ ഞാൻ ഡൽഹിയാണ് ഓൾറെഡി വർക്ക് ചെയ്യുന്നത്. എന്നാൽ പോലും കേരളത്തിൽ നിന്നാണല്ലോ വരുന്നത്. ആ റേഞ്ചാണല്ലോ. അപ്പോൾ ഇത്രയും താഴെ കേരളത്തിൽ നിന്ന് ഇവരുടെ കാശുകളാണ് ഏറ്റവും താഴെയാണ് കേരളം, ഏറ്റവും മേലെ ജമ്മു കാശ്മീർ. ഇത്രയ്ക്കും ദൂരം വന്നെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം വരാണ്ട്. അത് അവരെ കാണാനാണ്, അവരെ കൾച്ചർ കാണാനാണ്, അവരെ ലോകം കാണാൻ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു സന്തോഷം വരാണ്ട് അത് ഭയങ്കര ഒരു അപ്പം നമുക്കൊരു സന്തോഷം. പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെ കത്തിയടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബൾബ് കത്തിയത്. ഇടത്ത് പോയതാ കൊച്ചൊരു ഷോർട്ട് കട്ട്. ഇവിടെ കയറാൻ പറ്റുമോ? അത്രയും ഏരിയ കവർ കിട്ടിയത്. ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ടോ? ഇവിടെ ഷോർട്ട് കട്ട് നമ്മളങ്ങനെ ചുറ്റി പോകേണ്ട ആവശ്യമില്ല. കണ്ടില്ല എന്ത് ഭംഗിയല്ലേ കാണാൻ. ഒരു മേലെ പിക്ക് കൊടുത്തിട്ട് പോവാ. ഇവിടെ ഒരേ ഭംഗി കേട്ടോ. നോക്കിയേ അങ്ങനെ മേലോട്ടുള്ള വഴി കയറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിലാണ് വീഴാതിരുന്നത്. അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് മേലെത്തി. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഒരു തേങ്ങാപ്പിണ്ണാക്കില്ല, ഒരേ പൊളി. എന്ത് രസമാണ് കാണാൻ മതിയോ? കിട്ടില്ലേ കിട്ടില്ലേ. അവിടെ നിന്ന് 2-3 ഫോട്ടോ എടുത്ത ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. എത്ര നടക്കണമെന്ന് ഇനി അറിയത്തില്ല. നടക്കന്നെ ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് ഉണ്ടാവുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ആ ഏരിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് രസം നോക്കിയ ഏരിയ. എടാ ഇതാ സുഖം. അങ്ങനെയല്ലേ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ നടക്കുക. അവിടെ പോയി അവിടെ നിന്ന് റിട്ടേൺ ടാക്സി കിട്ടുക. അതായത് ചെറിയ പൈസ കിട്ടാൻ റിട്ടേൺ വരിക. ഓക്കെ. മറ്റേതാകുമ്പോൾ ടാക്സി എല്ലാം വിളിച്ചു പോവുകയാണെങ്കിൽ അവിടെ എത്തിയ ശേഷം നമ്മൾ അവിടെ നിന്ന് ആൾക്കാർ ചോദിച്ച് ടാക്സി വിളിയായിരിക്കും. ജയ്പൂരെ സമയത്ത് തന്നെ 2-3 ഫോട്ടോ പോയിട്ടുണ്ടായിരുന്നു. തീരെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അത് നല്ല സങ്കടമുണ്ട്. തീരെ മേലത്തെ അരമണിക്കൂർ വിളിക്കാൻ വിളിയോട് വിളി. പക്ഷെ അന്നൊന്നും അത്ര അറിവില്ല. അവിടേക്ക് ആകുമ്പോൾ വണ്ടി എടുത്ത് കറങ്ങിയാൽ മതിയായിരുന്നു. ചെറിയ പൈസ വണ്ടിയും കിട്ടും. പോട്ടെ, ഓരോരോ പാഠങ്ങളല്ലേ പഠിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മലയുടെ മേലെ ഒരു ചെറിയൊരു വീടുണ്ട്. അതിൻ്റെ ഉമ്മർന്ന് ഒരു ചെറിയൊരു ചോട്ടാപ്പി കൈവീശി കാണിക്കുന്നു. ഒരു ചോട്ടാപ്പി. ഹലോ. അവിടെ ഉള്ളിൽ പോയി കാണാ. ഹലോ. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയേ എന്തോ ഡിഫറെൻ്റ് ആണ്. നല്ല ഡിഫറെൻ്റ് അവിടെ വീട്. അപ്പം ഞാനില്ലേ ശ്രദ്ധിച്ച് മനസ്സിലായി എല്ലാ വീടിൻ്റെയും ഞാൻ തരട്ടെ എല്ലാ വീഡിയോൻ്റെ വീഡിയോയിൽ വീടിൻ്റെ മേൽക്കൂർ ശ്രദ്ധിച്ച് മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ സാറിന് നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വരയ്ക്കൂലേ വീട്, ആ ടൈപ്പ്. അപ്പോൾ ഞാൻ ചോദിച്ചതേ അവിടെ എന്താണ് അങ്ങനെ വരാൻ കാരണമെന്ന്. കിതക്കുന്നു കേട്ടാ. എൻ്റെ 3 കിലോമീറ്റർ നടക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ അയാൾ പറഞ്ഞെന്താ വെച്ചാൽ ഇവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ മറ്റേ ടൈപ്പ് വീടാണെങ്കിൽ മേലെ മഞ്ഞ് കെട്ടിക്കിടന്നിട്ട് ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ പോയിക്കോളും എന്ന് പറഞ്ഞു. പിന്നെ നോക്കി വീടുകളൊക്കെ വളരെ ലളിതമായിട്ട് ഉണ്ടാക്കുന്നത്. നോക്കി ഇവിടെ ഫുൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്നത്. മണ്ണും ഒരു പഴയതാണെന്ന് തോന്നുന്നുണ്ട്, എന്നാലും അടച്ചിട്ടിട്ടുണ്ട്. എന്നാലും നോക്കിയേ ഇവിടെ കണ്ട കുതിരകളൊക്കെ നല്ല ഉണ്ട്. ഇവിടെ പച്ചപ്പും ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ. പക്ഷേ അവിടെ നമ്മൾ നേരത്തെ ഒരു താഴൊന്നും ഇല്ലായിരുന്നു, തീരല്ലായിരുന്നു. തീരൊക്കെ ഉണ്ട്. അങ്ങോട്ടേ ഒരേ തീറ്റ ഒരു പണിയോ ചവിട്ട് കിട്ടിയ കോമഡിയോ. ഈ കുതിരനെ കാണുമ്പല്ലേ, ഈ കുതിരനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മഴത്തുള്ളി ക്രിക്കറ്റിൽ
കൊച്ചിനിപ്പോ എന്റെ മുഖത്ത് കുതിര ഉമ്മ വെക്കുന്നില്ലേ? അതാണ് കുതിര മിക്ക ഒപ്പം ഓർമ്മ വരിക. ഞാനിപ്പോ എന്ത് ചെയ്യാ? കുതിര പറയണ്ടോ? എടാ തെറിയട്ടെ, എന്നെ കുറിച്ച് അതിലേക്ക് നിനക്ക് എന്തൊക്കെ ഉണ്ടാ? എന്നിട്ട് അത് മാത്രമാണ് എനിക്ക് ഓർമ്മ ഉള്ളത്. എന്ത് ചെയ്യാൻ മനുഷ്യനെങ്ങനെയാ? എത്ര നല്ല ചെയ്താലും എവിടെ കെട്ടുണ്ടോ അതേ ഓർമ്മ ഉണ്ടോ? ഓരോ ടൈപ്പ്. ബേട്ടവലിക്ക് 3 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 6 കിലോമീറ്ററിൽ 3 കിലോമീറ്റർ കവർ ചെയ്തു. 3 കിലോമീറ്റർ കൂടി. എടാ ഞാൻ പഠിച്ചു നോക്കല്ലേ, ചെമ്പ്ര സ്കൂളാണ്. ചെമ്പ്ര സ്കൂൾ എന്ന് വെച്ചാൽ KKM GVHS തോക്കാട്ടി. അപ്പോൾ അവിടെ ചെറുപ്പകാലത്തൊക്കെ എന്ന് വെച്ചാൽ, ചെറുപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ കുറേ കാറ്റടി മരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ട്, പക്ഷേങ്കിൽ അന്നത്തെ അത്രയല്ല, കുറേ വെട്ടിക്കളഞ്ഞ്. അന്ന് ഈ കാറ്റടി ഇതിന് മേലെ കണ്ടോ? ഒറ്റ അങ്ങോട്ട് പോകും. ഇതിന് മേലെ കണ്ടോ? അന്ന് എന്താ പറയണ്ടേ, അന്ന് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ കാണുമായിരുന്നു, താഴെ വീണെന്നിട്ടൊക്കെ. ഇപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കത് കുറേ കാലത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ഈ കാറ്റടി മരം ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഒരു നൊസ്റ്റാൾജിയ, വേറൊന്നുമില്ല. യാത്രകൾ തുടരുകയാണ്. ഒരു ഈ യൂട്യൂബ് അങ്ങനെ ഉണ്ടോ എനിക്കറിയത്തില്ല. ജമ്മു കാശ്മീരിൽ അങ്ങനെ ഒരു കാറൊക്കെ എടുത്തിട്ട് ടീം പോയിട്ടുണ്ട്. അവർ ബാറ്ററി എത്തിയിട്ടോ, ഞാൻ 1/2 കിലോമീറ്റർ കൂടി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ഡയലോഗാണ് യാത്രകൾ തുടരുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തോ ആൾക്കാർ പോകുന്നത്. ശരിക്കും ഞാൻ മാത്രമേ ഇവിടെ നടന്നു പോകുള്ളൂ, ബാക്കി എല്ലാവരും വണ്ടിയിലാണ് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം എത്താനതിന് 5 കിലോമീറ്റർ കൂടി, അല്ല 1/2 കിലോമീറ്റർ കൂടി, അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്തെങ്കിലും കവർ ചെയ്യും. ഉണ്ടോ ബേട്ടവാലിക്ക് നമുക്ക് വിലക്കഴിച്ചിട്ടുണ്ട്. ഇത് ഉറുദു ഒന്നും അറബിക് ഉറുദു ലാംഗ്വേജ് എനിക്കറിയത്തില്ല. എന്തായാലും ബേട്ടവാലി ഓൾവേസ് വെൽക്കം. അങ്ങ് നോക്കിയാൽ മലേൻ്റെ മേലെ, അത് ഐഫോൺ സൂം ചെയ്ത് എടുക്കുന്നതാണ്. ഇതിൽ സൂമിങ് ഓപ്ഷൻ ഉണ്ട് ഗോപ്രോയിൽ. നിങ്ങൾക്ക് അതില്ലേ കാറ്റടി മരങ്ങളുടെ മേലെ കംപ്ലീറ്റ് ആ സംഭവം. നിങ്ങൾ പോയി നോക്കാം. ബിജിബേറ. നമ്മൾ വന്ന സമയത്ത് ട്രെയിൻ ഇറങ്ങിയത് ബിജിബേരയാണ്. ശ്രീനഗർക്ക് ഡയറക്റ്റ് പോകാൻ ബിജിബേര ഇറങ്ങിയിട്ടാണ്, അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ. കൊള്ളാം. അങ്ങനെ നടന്ന് ഒടുവിൽ നമ്മള് ബേട്ടവാലിൽ എത്തി കേട്ടോ. ഞങ്ങൾ ബേട്ട എത്തിയിട്ടുണ്ട്. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ നടക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്കൊരു 1500 രൂപയ്ക്ക് ലാഭിക്കാം. ഇവിടെ പൈസ കൊടുക്കുന്നതല്ലേ, ഇപ്പോൾ നടന്നു വരുമ്പോൾ ആ ഒരു ഭംഗിയില്ലേ, ഇത്രയും നമ്മൾ യാത്ര ചെയ്ത് അതിൻ്റെ ഒരു രസം, അത് ഇത്രയും കഷ്ടപ്പെട്ട് മേലെത്തുമ്പോൾ കിട്ടുന്ന വ്യൂ ഇല്ലേ, അത് വേറെ തന്നെ ഫീലാണ്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു ബഡ്ജറ്റ് യാത്രയായിരിക്കും. കഴിഞ്ഞ 2 ദിവസം ടാക്സി പോയത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ കൂടെ പോകുമ്പോൾ അവർക്കൊരു ലാഭം കിട്ടും, നമുക്കൊരു ലാഭം കിട്ടും. ആ ഒരു മൈൻഡിലാണ് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്തത്. എന്തായാലും ബേട്ടവാലി കൊള്ളാം, നൈസായിട്ടുണ്ട്. എടാ ഏത് മരങ്ങൾക്കിടയിലൊക്കെ മഞ്ഞ് കേട്ടോ. എന്തായാലും പോയി നോക്കട്ടെ. വാലി എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചോദിച്ചാൽ വാലി നിൽക്കുന്ന ഒരു പുൽമേടും നദികളും അങ്ങനത്തെ കാര്യങ്ങൾ വാലി എന്നറിയാം. ആ സെയിം സംഭവമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കിടുക്കി താഴെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേലെ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശരാക്കൂല ബേട്ട വാലിന്ന്. പക്ഷേങ്കിൽ സംഭവം ഭംഗിയായിട്ടുണ്ട്. പൊളി. മഴ പെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. ഇന്ന് നമ്മൾ സോനാമാർഗ് പോയ സമയത്ത് അവിടെ എൻ്റെ പേരെന്തായിരുന്നു, സോനാമാർഗ് പോയ സമയത്ത് അവിടെ മഞ്ഞ് വീഴ്ചയാണെങ്കിൽ ഇവിടെ മഴ വീഴ്ചല്ല മഴ. കൊള്ളാം, ഫീൽ ബെറ്റർ. നമ്മൾ വരുന്ന വഴി കണ്ട പോലെ തന്നെ ഇവിടെ കുറേ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത്. കുറച്ച് റഷൊന്നുമുണ്ട് ഈ ഏരിയ, കാരണം ഇവിടെ നോക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. അങ്ങോട്ട് എൻട്രീൻ്റെ അവസ്ഥ തന്നെ പോയി നോക്കണം ഫസ്റ്റ്. അങ്ങനെ അവിടെ എത്തി ഉള്ളോട്ടേക്ക് കടക്കാൻ നേരം അവിടുത്തെ ഗാർഡ് പറഞ്ഞ് നിങ്ങൾ ആ ഏരിയ പോയിട്ട് ടിക്കറ്റ് എടുക്കണം, എന്നാൽ മാത്രമേ ഉള്ളോട്ടേക്ക് പെർമിഷൻ ഉള്ളൂ. टिकट कितना? 100 रुपये के अंदर देखने के क्या क्या है? वैली है, हाँ ठीक है, 100 रुपये एक. അങ്ങനെ ഈ ബേട്ടവാലിക്ക് എൻട്രി ചെയ്യാൻ അഡൾട്ടിന് 100 രൂപയും പിന്നെ ചൈൽഡിന് 50 രൂപയും കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത ശേഷം ഗാർഡിന് കൊടുത്ത്, അങ്ങനെ ഗാർഡ് നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷൻ കാര്യങ്ങളും തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയ ശേഷം
നമ്മളെ വലത്ത് ഭാഗത്ത് ഒരു വണ്ടി കണ്ടിട്ടോ. जिसका नाम क्या है? बग्गी 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 नहीं बग्गी बग्गी पहले देख रहे हैं. अच्छा. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കെ സത്യത്തിൽ കിളി പോയിട്ടോ. ബേട്ട വാലി പറഞ്ഞ പോലെ തന്നെ പക്കൊരു വാലി, ഫുൾ മരങ്ങളും പുഴകളും പുൽമേടുകളൊക്കെ നിറഞ്ഞിട്ട് ഒരു അടിപൊളി സ്ഥലം. അങ്ങനെ ഇരിക്കെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച ഒരാടിനെ ഇവിടുത്തെ ആൾക്കാർ ഫീഡ് ചെയ്യും കേട്ടോ. ഈ ആടിന്റെ പർപ്പസ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനെ പിടിച്ചോണ്ടൊക്കെ ഫോട്ടോ എടുക്കലൊക്കെ കേട്ടോ. ഞാൻ ചോദിച്ചിരുന്നു ഫോട്ടോ എടുക്കാൻ എത്രയാന്ന്. നോക്കുമ്പോൾ 50 രൂപയാണ് ഒരാടിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോയ്ക്ക് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ കാണുന്ന ആ ഒരു ടൈപ്പ് കേട്ടോ. നോക്കിയൊക്കെ ആ ചുറ്റും അല്ല ആ വീടും ചുറ്റും ഇതൊക്കെ ആയിട്ട് നല്ല നല്ല മൂടിയ ഒരു സ്ഥലം. ഇത് കൊള്ളാം. മറ്റേ ഗുൽമാർഗ് പോയപ്പോഴും അവിടെ റഷ് ഉണ്ടായിരുന്നു. പക്ഷേ സോനാമാർഗ് വലിയ റഷും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം കുത്തൻ മേളിൽ കയറ്റം കൊണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ അതുപോലെ തന്നെ നല്ല റഷ് ഉണ്ട് കേട്ടോ. റഷുണ്ട് അത്യാവശ്യം. കൊള്ളാം. കുറേ ഉണ്ട്, നമുക്ക് കറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കെ മറ്റുള്ള ഒരു സ്ഥലങ്ങളിലും നമുക്ക് കിട്ടാത്ത നല്ല തിരക്ക് ഇവിടെ കിട്ടി. അവിടെ ഇവിടെയൊക്കെ കുറേ ഫോട്ടോ പോയിന്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആൾക്കാരെ തട്ടിയും മുട്ടിയിട്ടൊക്കെയാണ് നടക്കുന്നത്. വല്ലാത്ത റഷൻ കേട്ടോ. പക്ഷെങ്കിൽ ആ റഷും കാര്യങ്ങളൊക്കെ മാറ്റി 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 നമ്മളിപ്പോൾ നടന്ന് ബേട്ടവാലിയുടെ ഒരു സ്ഥലത്തെത്തി കേട്ടോ. നല്ല മൂടായിട്ടുണ്ട്. ഇത് രസമാണ് കാണേ. ഇവിടെ മഞ്ഞുരുക്കിയിട്ട് ചളിയുണ്ട്. അതുണ്ടോ ഇതൊക്കെ മഞ്ഞൊക്കെ. നമ്മൾ ഇന്നലൊക്കെ വെച്ചാൽ മറ്റു സ്ഥലത്തെ കണ്ട നല്ല കിടിലം പോലത്തെ മഞ്ഞ്. ഇവിടെ പിന്നെ മഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തേക്കാളുടെ മഞ്ഞ് വളരെ കുറഞ്ഞു വരുന്ന ടൈമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ വളരെ ഭംഗിയായിരിക്കും നിങ്ങൾ ജൂൺ ജൂലൈ ആ സമയത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ. കാരണം ഇപ്പം മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇലകളും കാര്യങ്ങളൊക്കെ ഇല്ലാതല്ല കൊഴിഞ്ഞിട്ടുള്ളത്. പക്ഷേങ്കിൽ പ്രോപ്പർ ജൂലൈയിലൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ഫുള്ളായിട്ട് ഒരു കിടിലൻ ഒരു വ്യൂ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ബേട്ടവാലി തരിക. കാശ്മീരിലെ ഓരോ ഏരിയക്കും ഓരോ ഭംഗി പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പേര് ഇത് പേര് ബേട്ടവാലി പ്രത്യേകം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ മരങ്ങൾക്കിടയിൽ നമ്മൾ മറ്റേ പഹൽഗാം പോവാണെങ്കിലും ഗുൽമാർഗ് പോയതാണെങ്കിലും അവിടെ മരങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ ഇവിടെ മരങ്ങൾക്കിടയിലാണ് ഇത്രയും കാണുന്നത്. ഐഷ് ആ ബനാദിയാ अरे बहुत अच्छा लग रहा है. बढ़िया अच्छा लग रहा है. എടാ മോനെ കിട്ടിയില്ലേ. ഇവിടെ അങ്ങനെ 2-3 വാലി ഉണ്ട്. അപ്പോൾ ഇത് ബേട്ടവാലി ഫസ്റ്റത്തെ ബേട്ടവാലിയാണ്. അപ്പോൾ അതുപോലെ ചന്ദ്രൻ വാലി ഉണ്ട്, അങ്ങനെ കുറേ വാലി ഉണ്ട്. പിന്നെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ആ ലേക്കില്ലേ മിസ്സായി. ലേക്ക് മിസ്സായിരുന്നില്ല, അത് ലേക്ക് ഫുൾ കട്ട പിടിച്ച ഫ്രീസായി കിടക്കുക. അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കാരണം ഫുൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ചന്ദ്രവാലി പോയപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. അങ്ങോട്ടേക്ക് എന്തൊരു അപകടം ഉണ്ടായിട്ട് ആ ക്ലോസ് ചെയ്തിട്ട്. അതുപോലെ ബേട്ടവാലി സെയിം തന്നെ ക്ലോസ് ചെയ്തിട്ട്. ബേട്ടവാലി അല്ല, ആ ലേക്കിൻ്റെ പേര് മറന്നുപോയി. പോകുന്ന വഴിക്ക് അതിൻ്റെ ബോർഡ് കണ്ടിരുന്നു അങ്ങോട്ടുള്ള റൂട്ടിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ നടന്ന് മുമ്പോട്ട് പോകും തോറും ആദ്യമൊന്നും കുറേ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ബേട്ടവാലിയുടെ കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ കുറേ മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ആ സമയത്ത് ചുറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാണേ. എന്ത് ഭംഗിയാന്ന് പറയാം ബേട്ടവാലി. നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നറിയില്ല. പക്ഷെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നേക്കാളും എത്രയോ ഭംഗിയാണ് ബേട്ടവാലിയുടെ എൻ്റെ സ്ട്രക്ചർ. ചുറ്റും കിളികളുടെ സൗണ്ടും പൈന്മരങ്ങളും പിന്നെ താഴെ വെള്ളം പോച്ചുകൊണ്ട് നല്ല മഞ്ഞും പിന്നെ കുറേ സന്തോഷവും അങ്ങനെ എന്തൊക്കെയൊക്കെയോ കൂടിയിട്ട് അപ്പോഴാണ് ബേട്ടവാലിയുടെ ആ ഒരു ഭംഗിയില്ലേ നമുക്ക് ശരിക്കും കിട്ടുന്നത് കേട്ടോ.
ഈ നടുക്ക് കൂടുതൽ നദികളൊക്കെ പോകുന്നുണ്ട്, അരുവികളൊക്കെ. അതൊക്കെ ഒരു വൈബാണ് കേട്ടോ, ശരിക്കും കിട്ടില്ലേ. ഇവിടെ മറ്റുള്ള സ്ഥലങ്ങൾ വെച്ചിട്ട് നല്ല ആൾക്കാരെ കൂടുതലുണ്ട്, നല്ല ആൾക്കാരെ കൂടുതലുണ്ട്. നൈസാണ് ടോട്ടലായിട്ട്. നല്ല പൈന്മരങ്ങൾക്കിടയിൽ കുറേ കപ്പിൾസ്, അതിൻ്റെ ഇടയ്ക്ക് കുറേ മരങ്ങൾ, കുതിരകൾ. നമുക്ക് കുതിര സവാരി ചെയ്ത് നോക്കട്ടെ. അല്ല റേറ്റ് ഇത്ര പഠിച്ച് ചോദിച്ചോട്ടെ, എന്നിട്ട് നോക്കട്ടെ റേറ്റ് പൊളി മൂടി. നല്ല സ്ഥലം കേട്ടോ. ഈ കപ്പിൾസ് ഒക്കെ ഇപ്പൊ ഇതിന്റെ ഈ മരങ്ങൾ കണ്ടില്ലേ, ഈ മരങ്ങളെ മണ്ടയ്ക്കൊന്നും നിലല്ല. പക്ഷേ ഇതിന്റെ സീസൺ മാറും, ജൂൺ ജൂലൈയിലൊക്കെ ആകുമ്പോൾ ഈ മഞ്ഞ് വരും. പക്ഷെ ഇവിടെ ഫുൾ മരങ്ങളൊക്കെ വന്നിട്ട് വേറെ മൂടാവും. എനിക്കൊള്ളാം, പൊളിയായിട്ടുണ്ട്. വൈബോസ്കി ഇടില്ലേ കിക്കിടില്ലേ. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറേ കുതിരകൾ കേട്ടോ. അപ്പോൾ എപ്പോഴോ ഉള്ളിലുള്ള തോട്ടാണ് ഒരു കുതിര സവാരി ചെയ്യണമെന്ന്. അങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കൂടെ നമ്മുടെ കുതിര സവാരിയും കൂടെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ. അങ്ങനെ നടന്ന് അവിടെ എത്തിയപ്പോൾ അവിടെ കുതിരക്കാരനാ തോന്നുന്ന ഒരാളോട് ഞാൻ കുതിരയുടെ റേറ്റ് വെച്ചപ്പോൾ അയാൾ പറഞ്ഞ് 1500 രൂപയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് 1500 തരാൻ പറ്റില്ലെന്ന്. അങ്ങനെ കുറച്ച് സംസാരിച്ച ശേഷം അയാൾ പറഞ്ഞ് എന്താ നിങ്ങൾ റേറ്റ് പറയാന്ന്. അപ്പം ഞാൻ പറഞ്ഞ് 500 രൂപയാണ് മാക്സിമം എന്ന്. അത് കേട്ടതും അയാൾ ഒറ്റ നടത്തം പിന്നിലേക്ക്. അങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ച് അയാൾ പിണങ്ങിപ്പോയതാണെന്നാ. നോക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് അയാളെന്നെ വിളിക്കുന്നേ വാന്ന്. അപ്പൊ നേരെ ഞാൻ അങ്ങോട്ട് ചെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ കുതിരപ്പുറത്ത് കയറി കേട്ടോ. നമ്മളെ സിനിമയിലെ നായകന്മാരൊക്കെ കുതിരപ്പുറത്ത് ചാടി കയറുന്ന പോയല്ല, കുതിരപ്പുറത്ത് കയറാൻ കുറച്ച് നല്ല പണിയുണ്ട്. അങ്ങനെ അയാൾ എനിക്ക് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തന്ന് അങ്ങനെ ഞാൻ കുതിരയുടെ മേലെ കയറി. അച്ഛനേ അങ്ങനെ ഞങ്ങളുടെ കുതിര സവാരി തുടങ്ങി കേട്ടോ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കുതിരയുടെ മേലെ കയറുന്നത്. ആ ഒരു അനുഭവം അല്ലേ ഭയങ്കര രസമാണ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മുമ്പ് കുതിരയുടെ മേലെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ കറക്റ്റ് സംഭവം ശരിക്കും അവിടെ കിട്ടിയിട്ടുണ്ടാവും. എന്താ കിട്ടിയിട്ടില്ലേ? എന്തായാലും നമ്മുടെ സവാരി മുന്നോട്ട് പോവാണ്. पोनी का नाम क्या है? टाइगर। टाइगर? ओह, आपका नाम क्या है जी? मुश्ताक अहमद। ठीक है. കുതിരയുടെ മേലെ കയറി ആദ്യത്തെ 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് സംഭവം മനസ്സിലായിട്ടോ. ഇതിന്റെ മേലെ കയറി ഇങ്ങനെ പോവാൻ നല്ല രസമാണ്. വെറുതെ അല്ല, പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇതിന്റെ മേലെ കയറിയിട്ടുണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഡീസലും വേണ്ട, പെട്രോളും വേണ്ട, ഇടയ്ക്ക് കുറച്ച് തിന്നാനായിട്ട് എന്തെങ്കിലുമൊക്കെ പുല്ലോ വൈക്കോലോ അങ്ങനെ ഇട്ടെടുത്താൽ മതി. എത്ര ദൂരം വേണേലും പോയിക്കോളും. എന്തായാലും നല്ല രസമായിരുന്നു ഇതിന്റെ മേലെ കയറി ഇങ്ങനെ യാത്ര ചെയ്യാൻ. ये लवर्स पॉइंट है। लवर्स पॉइंट है? लवर्स पॉइंट। ओके ओके। क्यों ऐसा बोल रहे हैं? बेताबादी यहाँ पे जो शूटिंग हुई ना, पर्वतों से आज में टकरा गया, वो गाना शूट हुआ, वो यहीं पे हुआ। क्या गाना? पर्वतों से आज में टकरा गया। पर्वतों से आज, अभी पुराना गाना क्या? मुझे माल नहीं। हीरोइन कौन कौन है? हीरो कौन कौन है? शाहरुख खान? नहीं, सनी देओल। ओ मुझे नहीं मालूम। ठीक है, अभी सनी देओल की फिल्म यहीं पे बनी ना, बेताब जो बेताब मूवी बनी ना, हाँ वो यहीं पे बनी। ओ ठीक है, इसलिए इसको पहले इसको था नाम गगन वैली। गगन वैली? गगन वैली, हाँ। उसके बाद इसको बेताब नाम पड़ गया। ओके ठीक है ठीक है ठीक। നമ്മുടെ കുതിരക്കാരനായ അഹമ്മദ് എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ സണ്ണി ഡിയോളിന്റെ ബേട്ടാബ് എന്നൊരു മൂവി ഷൂട്ട് ചെയ്തത്. ഇപ്പോഴൊന്നുമല്ല കേട്ടോ, കുറേ മുന്നേ 1983 കാലഘട്ടങ്ങളിൽ. അതിനുശേഷമാണ് ഇതിന് ബേട്ടാബ് വാലി എന്ന് പേര് വന്നത്.
ഇതിന് മുന്നേ ഈ ബേട്ടാവലിയുടെ പേരെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ കഗൻ വാലി എന്നായിരുന്നു കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ആരോടൊക്കെ പോയിട്ടുണ്ട് അവരോടൊക്കെ കത്തി അടിച്ച് കമ്പനി അടിച്ചിട്ട് ഇങ്ങനെ പോവാ. അങ്ങനെ നമ്മുടെ അഹമ്മദ് കേട്ട് ഞാൻ നല്ല കമ്പനി കേട്ടോ. എന്തായാലും അങ്ങോട്ട് കുറച്ച് കത്തി അടിച്ചിട്ട് ബാക്കി സംസാരിക്കാം. हमारा केरला में ये बोलेगा कुदिरा कुदरा। कुदिरा। अच्छा आप केरला के हैं? हाँ केरला में है। केरला का कस्टमर हमें 2 दिन से पहले था। हाँ ठीक है। वो कैसे है? अच्छा था अच्छा हाँ, बहुत ठीक अच्छे है। केरला के बहुत अच्छे। अभी मैं कितना लोगों को बात किया वो सब बोल रहे केरला वाले बहुत अच्छा है अच्छा अच्छा है अच्छा है। इंसान वही कहेगा जो अच्छा है वो उसको अच्छा ही बोलेगा। हाँ हाँ सही है। बिल्कुल है ना। हाँ 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 जो खराब होगा उसको वही बोलेगा। हाँ पक्का पक्का। जैसा काम हाँ जैसा दाम हाँ 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 जैसा समझो हम आपके साथ पेश आएगा हाँ आप वही बताएगा हाँ हाँ फलानी बंदा ठीक है यहाँ हाँ गलत। सही है सही है पक्का पक्का है। അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ച ശേഷം ഒരു സ്ഥലത്തെത്തിട്ടോ. ഒരു ഉറവ് പൊട്ടുന്ന സ്ഥലം. नागवेली नागवेली। ഓ ठीक है ഓക്കെ 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 ഇവിടെ ശരി ശരി. അവിടെ ഉറവുണ്ട് അതിനുള്ളിൽ പാനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാനിയിലെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നാഗ്വേലി എന്ന് പറയുന്നത്. हाँ इंदूर समाधान इंदूर समाधान मैं पहले पौनी के ऊपर जा रहे हैं पहले। अच्छा वाह यार देखो मैं अभी केरला में है इतना दूर आगे का पौनी के ऊपर जा रहे हैं। देखा ये मुकद्दर का खेल होता है। हाँ वो मैं बोल रहे ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിൽക്കുന്നില്ല. അല്ല വെറുതെ കള്ളത്തെ വേണ്ട ഇത് വെള്ളം കണ്ട് നിൽക്കൊന്നുമില്ല. ഭഗവാനേ സാധനം കണ്ടാ ആ സാധനം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഈ കുതിരക്കൊരു പേടില്ലേ? കുതിരക്കൊരു പേടിയുണ്ടല്ലോ. ചിന്നപ്പള്ളിക്കാറ്റ് ഒന്ന് ചുറ്റി കാടിട്ടെ. എടാ ഈ കുതിരപ്പുറത്ത് വന്നില്ലെങ്കിലേ നമുക്ക് ഈ പോയിന്റ് ഒക്കെ മിസ്സായിരുന്നു കേട്ടോ. ഇത് നമ്മൾ എന്തായാലും നടന്നു വരുന്ന പോയിന്റ്. അങ്ങനെ വഴികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നല്ല കോംപ്ലിക്കേറ്റ് ആയി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നല്ല പിഴയുണ്ടായിരുന്നു. നമ്മൾ അല്ലെങ്കിൽ തന്നെ ഉള്ളിൽ അമ്മയെ മഹാമായെ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കുതിരക്കാരനായ അഹമ്മദിക്ക് ഒരു കോൾ വന്നത്. ആ കോള് വന്നതും പുള്ളി എന്ത് ചെയ്ത് കുതിരയുടെ പിടി വിട്ടിട്ട് ഫോണിന്റെ പിന്നാലെ പോയി. ഇത് മരണക്കണ്ട് പോകുന്നുണ്ട് കേട്ടോ. കുതിരനെ വിട്ട് ചതി. കുതിരക്ക് റൂട്ടൊക്കെ അറിയാം. കുതിര കുതിരനെ പാട്ടിന് പോന്നി അങ്ങനെ പാട്ടിന് പോന്നി. കുതിര പുളിയാട്ടാ. കുതിരക്ക് ഒരു മടിയും കാര്യങ്ങളൊന്നും ഇല്ല. കുതിരക്ക് അറിയാം കുതിര എത്ര കുളം കണ്ടതല്ല, കുതിര എത്ര വഴി കണ്ടതാ. മക്കള് മോനെ തക്കൊടു കുതിര നീ പൊളിയാട്ടാ. അങ്ങേര് കുതിര ഉണ്ട്, അങ്ങേര് പെണ്ണിലുണ്ട്, കുതിര മുന്നിലുണ്ട്, ഞാനിന്റെ പുറത്തുമുണ്ട്. അങ്ങനെ ഇടുങ്ങിയ വഴികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ചെറിയൊരു അരുവിയിലേക്ക് ഇങ്ങനെ എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞ പോലെ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിൽക്കും കുതിര. ഒലക്കേൻ്റെ മൂടായി കിടലം പോലെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. മോനെ അങ്ങനെ ഈ നദികളിലേക്ക് ഇറങ്ങിയ ശേഷം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും നമ്മളെ ചുറ്റുഭാഗത്ത് കണ്ട ആ മരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് വില്ലോ മരം. ഓ
विल्लो बिल्लो विल्लो वुड है बिल्कुल बिल्कुल अभी कश्मीर जम्मू कश्मीर आसपास देखा था बिल्कुल बिल्कुल ये यहाँ पे ज़्यादा है चलो ഇത് വില്ലോ ഗാർഡൻ ഇത് ഫുൾ വില്ലോ ഇത് കംപ്ലീറ്റ് വില്ലോ മരങ്ങളാണ് അപ്പോൾ വില്ലോ ഗാർഡൻ ഇതാണ് വില്ലോ ഗാർഡൻ അപ്പോൾ വില്ലോൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ ഞാൻ ഓർക്കാട്ട് നോർത്ത് യു പി സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടെയൊക്കെ വെച്ചാൽ സ്കൂളിൽ സമയമില്ലാത്ത സമയത്തല്ല പി ടി വീടുള്ള ചില സാറൊന്നും വരാത്ത ദിവസം ഞങ്ങൾക്ക് എന്ത് ചെയ്യും ക്രിസ്മസ് നടത്തും. അപ്പോൾ എന്ന് വെച്ചാൽ അതിലെൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ ആയിരുന്നു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരം ഏത്. അത് ഒരു കഥച്ചപ്പ് നമ്മ പണ്ട് ഒരു ബുക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതിലെ ബാക്കിലെ ഫസ്റ്റ് പേജിലെ എനിക്കൊന്ന് 6ാമത്തെയോ അത് ഫസ്റ്റ് 6ലെ ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ. അപ്പോൾ വില്ലോ ആണ് ഇപ്പോൾ നേരിട്ട് കാണുന്നത്. പെഹൽഗാമിലേക്ക് വരുന്ന വഴിക്ക് സൈഡിൽ ഇഷ്ടം പോലെ വില്ലോ മരങ്ങളും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഹലോ आइलैंड है आइलैंड ഐലൻഡ് आइलैंड हाँ हाँ चारों तरफ से यहाँ पानी बहता है ओके हाँ 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 यहाँ से भी यहाँ से भी वहाँ से भी वहाँ से भी ठीक है बढ़िया. ഇതാണ് ഐലൻഡ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അവിടെ സംഭവമുണ്ട്. ആ 4 സ്ഥലങ്ങളിലും ഫുൾ വെള്ളം മൂടട. ഇപ്പോഴല്ല, അപ്പൊ ജൂൺ ജൂലൈ മന്ത് വേനാ. ഓ ജൂൺ ജൂലൈ മാസത്തിൽ ഇവിടെ ഫുൾ ജൂൺ ജൂലൈ മാസത്തിൽ ജൂനിയർ എന്നും തിരിക്കും. കണ്ട കുതിര ഇഷ്ടമുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ അഹമ്മദ്ക്ക നമ്മോട് പറഞ്ഞ് ആ ഒരു ഏരിയ കണ്ടില്ലേ, അവിടെ എത്തുന്നത് കൂടിയിട്ട് നമ്മുടെ റൈഡും കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നത്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ വന്ന പോയിന്റ് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുപോലെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എവിടെയാണോ അവിടെ കറക്റ്റായിട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നേ ഈ ബാറ്റ് ആ ഇവിടെ വന്നവിടെ വെറുതെ ആയിപ്പോയിന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത് കിട്ടുക മനസ്സിലായി. ഈ വില്ലൻ സ്ഥലം. കൂടാതെ നമ്മൾ കുതിരപ്പുറത്ത് കയറിയ പോലെ തന്നെ ഇറങ്ങലും കുറച്ച് കോംപ്ലിക്കേറ്റ് ആണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ സിമ്പിളായിട്ട് ഇറങ്ങാൻ പറ്റില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി എനിക്കത് കറക്റ്റായി പറഞ്ഞു തന്നെ. അങ്ങനെ ഞാൻ കുതിരപ്പുറത്ത് താഴേക്ക് ചാടി ഇറങ്ങി. ഓക്കെ बढ़िया अच्छा किया टाइगर आप अच्छा है. അങ്ങനെ കുതിരപ്പുറത്തുള്ള സവാരി കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുക കേട്ടോ. നല്ല മഴക്കാറുണ്ട്, കിടിലം മഴക്കാറ്. മഴ പെയ്ത പെട്ടു എന്ന് വെച്ചാൽ പെട്ടു. പക്ഷെ പോയി തിരക്കും. അങ്ങനെ നമ്മുടെ കുതിര സവാരി കാര്യം കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ ചുറ്റിക്കണ്ട് നേരെ എത്രയും പെട്ടെന്ന് റൂമിലെത്തി റെസ്റ്റ് എടുക്കാനായിരുന്നു വിചാരിച്ചത്. പക്ഷെങ്കിൽ എപ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ പ്ലാന് 90% നമ്മുടെ കയ്യിലാണ്, ബാക്കി 10% നമ്മുടെ കയ്യിലല്ലല്ലോ. അങ്ങനെ ബാക്കിയുള്ള 10% കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.